ഇവിടെ ഷബീർ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ഷബീർ പറയുകയുണ്ടായി, സ്വരാജിനെ ഇവിടെ നിലമ്പൂരുകാർക്ക് ഭയങ്കര പരിചയമാണ്, CPM-കാർക്ക് വലിയ ആവേശം ഇവിടെ പ്രകടനത്തിനുണ്ട്, അവരെ കമ്മിറ്റികൾക്കൊക്കെ വലിയ ആവേശമുണ്ട് എന്നാണ് പറയുന്നത്. സ്വരാജിനെ സംബന്ധിച്ച് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കാണിക്കുന്ന മുഴുവൻ നെറികേടുകളും ന്യായീകരിക്കാൻ സംശുദ്ധ മലയാളത്തിൽ വടിവത്ത കള്ളങ്ങൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് CPM-കാർക്ക് വലിയ ആവേശമുണ്ടാവും. നിലമ്പൂരുകാരെ സംബന്ധിച്ച് പോത്തുകല്ല് സ്വദേശിയാണ് സ്വരാജ്, ഇവിടെയാണ്, അവിടെ ക്യാമ്പസ് ജീവിതം ഇവിടെയായിരുന്നു, സ്കൂൾ ജീവിതം ഇവിടെയായിരുന്നു എന്നൊക്കെ ഇവർ അവകാശപ്പെടുന്നുണ്ട്. അത്തരത്തിൽ പോത്തുകല്ല് കവളപ്പാറ പോലെ വലിയൊരു ദുരന്തം ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ, സ്വന്തം വീടിൻ്റെ അടുത്ത്, സ്വന്തം അയൽവാസികൾ, സ്വന്തം കുടുംബക്കാരടക്കം വലിയ ദുരന്തത്തിൽപ്പെടുമ്പോൾ അവിടെ വന്ന് മനുഷ്യ സ്നേഹമുള്ള ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും അവിടെ സജീവമായി, ഷബീർ അടക്കമുള്ള ആളുകൾ അവിടെ സജീവമായി രംഗത്തിറങ്ങിയതാണ്. ആ സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്വരാജിന് അവിടെ എത്താൻ തോന്നാത്തൊരു സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിർത്തുന്നത്? റിയാസ് മുക്കോളി ആദ്യം പറഞ്ഞതാണ്, അതിൻ്റെ തുടർച്ചയാണ് അവിടെ നിന്നും ആ ചോദ്യമായി വരുന്നത്. ഇവിടെ ചോദിച്ച കാര്യം അത് തുടക്കത്തിൽ തന്നെ ഈ രാഷ്ട്രീയത്തിനകത്ത് ഈ തിരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമായിരിക്കരുത് എന്ന ഭയപ്പാടാണ് ന്യായമായും ഞങ്ങൾ സംശയിക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇവിടെ കവളപ്പാറ ദുരന്തത്തിൽ 2019 ഞാൻ ഉൾപ്പെടെ ആ ദുരന്ത ഭൂമിയിൽ ചെല്ലുമ്പോൾ പൂളപ്പാടം സ്കൂളിലെ ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ, അവിടെ മദ്രസകളിൽ സജ്ജീകരിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലെല്ലാം സഖാവ് M സ്വരാജിൻ്റെ കൂടെ പോയ അനുഭവം എനിക്കുണ്ട്. സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലെല്ലാം ഇതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടും. വെറുതെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ വ്യക്തിപരമായ പരിചയം സ്വരാജിനെ അറിയാത്തവർ ആരുണ്ട് ഈ മണ്ഡലത്തിൽ, കേരളത്തിൽ ആരുണ്ട് സഖാവ് M സ്വരാജിനെ അറിയാത്തവർ? പിന്നെ ഇവിടെ പറഞ്ഞു CPM-ന് മാത്രമാണ് ആവേശമെന്നത്. നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഇവരെല്ലാം ഈ നിലയിൽ കളവ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പെഹൽഗാം വിഷയം, അത് CPM-നെ സംബന്ധിക്കുന്ന പ്രശ്നമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഭീകരാക്രമണത്തിനെതിരെ അതിശക്തമായ നിലപാട് ഈ രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയത കൈകാര്യം ചെയ്യുന്ന ഭരണകൂടത്തിനെതിരെ ഇച്ഛാശക്തിയോടുകൂടി നിലപാട് പ്രഖ്യാപിച്ചത് ഇതേ സ്ഥാനാർത്ഥിയായ സഖാവ് M സ്വരാജ് അല്ലേ? പാലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം, അരക്ഷിതമായ ഒരു ബോധത്തിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കാൻ സധൈര്യം മുന്നോട്ട് വരുന്നത് സഖാവ് M സ്വരാജിനെ നമ്മൾ കണ്ടിട്ടുള്ള. ബാബറി പള്ളി പൊളിച്ച വിഷയത്തിൽ കോടതി വിധി നമ്മുടെ മുൻപിലുണ്ട്. ആ കോടതി വിധിക്കെതിരെ അതിശക്തമായ നിലപാട് വളരെ കൃത്യമായി സധൈര്യം മുന്നോട്ട് വെച്ചത് സഖാവ് M സ്വരാജ് അല്ലേ? സ്വരാജ് തന്നെയാണ് ഏറ്റവും അനുയോജ്യൻ. അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളാണ് താങ്കൾ വിശദീകരിച്ചത്. വ്യത്യസ്തമായ അഭിപ്രായമാണ് UDF-ന്റെ ഭാഗത്തുള്ള ചോദ്യമായും. അങ്ങേക്കും രണ്ടുപേർക്കും, രണ്ട് പാനലിസ്റ്റുകൾക്കും എന്തോ പറയാനുണ്ട്? വളരെ ചുരുക്കി അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഇവിടെ പ്രിയപ്പെട്ട ഷബീർ സൂചിപ്പിച്ചു, ആള് വെർബൽ ബോംബിങ്ങിന് നല്ല ആളാണ്, വെർബൽ ബോംബിംഗ് നടത്താൻ. എന്നാൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിലും ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ എന്ന രീതിയിലും അമ്പേ പരാജയമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന സ്ഥലം. ഇടതുപക്ഷത്തിന് വ്യക്തമായി മേൽക്കോയ്മയുള്ള ഏകദേശം 2 പഞ്ചായത്ത്, 2 മുനിസിപ്പാലിറ്റി, 2 പഞ്ചായത്ത്, 8 കോർപ്പറേഷൻ പരിധിയുള്ള ആ തൃപ്പൂണിത്തുറയിൽ, അതിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഇടതുപക്ഷം ഭരിക്കുന്ന ആ തൃപ്പൂണിത്തുറയിൽ ഈ കഴിഞ്ഞ 2021 M സ്വരാജ് പരാജയപ്പെട്ടത് അദ്ദേഹം ഒരു നല്ല പൊതുപ്രവർത്തകനല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നേരത്തെ അവിടെ സൂചിപ്പിച്ചു. പഹൽഗാം പോലെയുള്ള സംഭവങ്ങൾ വന്നപ്പോൾ സ്വരാജിൻ്റെ നിലപാട് എന്തായിരുന്നു? സ്വരാജിൻ്റെ നിലപാട്, സ്വരാജിൻ്റെ നിലപാടിൽ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള, രാജ്യത്തെ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, ഇന്ത്യ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തൊരു നേതാവായിരുന്നു അദ്ദേഹം. നോക്കൂ നിങ്ങൾ, 370-ാം വകുപ്പ് കാശ്മീരിൽ എടുത്തു കളഞ്ഞപ്പോൾ അതിനെ എതിർത്ത നേതാക്കളാണ് ഇവരൊക്കെ. ഇപ്പോൾ എന്തായി? കാശ്മീരിലെ ജനങ്ങൾക്ക് 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതുകൊണ്ട് അവിടെ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി, അവരുടെ ജനങ്ങൾക്ക് വലിയ സാമ്പത്തികമായ മെച്ചമുണ്ടായി, അവിടുത്തെ ജനങ്ങൾക്ക് അധ്വാനിക്കാനും അതുപോലെ തന്നെ വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായി, അതിനുള്ള പ്രാപ്തി ഉണ്ടായി. സ്വരാജിൻ്റെ നിലപാടുകൾ എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ നിലപാടുകളാണ് പല സമയത്തും ഉള്ളത്. രാജ്യവിരുദ്ധ നിലപാടുകളുമായിട്ടാണ് സ്വരാജ് പോയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് ഒരു അത്യാപത്ത് വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ രാജ്യവിരുദ്ധ നിലപാടെന്നൊക്കെ പറയുമ്പോൾ അല്പം കടന്നുപോകില്ല. അല്ല, അങ്ങനെയല്ലേ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ നമ്മൾ കാണുന്നത്? അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിൽ അദ്ദേഹത്തിന് എന്തിനേയും എതിർക്കുന്ന ഒരു സ്വഭാവമല്ലാതെ, അതായത് ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന, കണ്ണടച്ച് എതിർക്കുന്ന സ്വഭാവമല്ലാതെ, സംഭവമല്ലാതെ മറ്റൊരു തരത്തിലുള്ള നിലപാടുകളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല.
ഞാൻ ചോട്ടെ, നിലമ്പൂരിലെ MLA ആവാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. നിലമ്പൂരിലെ ഏതെങ്കിലും ഒരു ജനകീയ വിഷയത്തിൽ, നിലമ്പൂരിലെ ഏറ്റവും വലിയ ജനകീയ വിഷയമാണ് നിലമ്പൂരിലെ ബൈപ്പാസ്. ഈ ബൈപ്പാസിൽ എന്തെങ്കിലും ഒരു ചെറുവില നടക്കാൻ വേണ്ടി ഒറ്റ മിനിറ്റ് പറഞ്ഞ ഈ ബൈപ്പാസിന് വിഷയത്തിൽ ഒരു ചെറുവില നടക്കാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണിയുടെ നേതാവായിട്ടുള്ള സ്വരാജിന് കഴിഞ്ഞില്ല. ഗവൺമെന്റ് കോളേജ് വേണം. ഈ ഗവൺമെന്റ് അത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് ചോദ്യങ്ങളുടെ മറുപടിയായി വരാം. ചോദ്യങ്ങളുടെ മറുപടി അത്തരം വിഷയങ്ങളിലേക്ക് വരാം. രാജ്യത്തെ ജനത്തിനും രാജ്യത്തിനുമെതിരെ പ്രസംഗിക്കുകയും പോസ്റ്റ് ഇടുകയും അല്ലാതെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വികസനത്തിന്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാത്ത വ്യക്തിയാണ് സ്വരാജ്. അത് പറയണ്ടേ? ശരി, അങ്ങ് ചുരുക്കണം. ഒന്ന് എന്തോ പറയാനുണ്ട്, പറഞ്ഞു. BJP-യുടെ രാജ്യസ്നേഹത്തെ കുറിച്ച് നീ മലയോരത്ത് വന്ന് ആ നിലയിൽ പറയണ്ട. ആദ്യം നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി. ആദ്യം നിങ്ങൾ ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുമ്പോ ഇടപെടല്ലേ? നിങ്ങൾ പറയുമ്പോ ഞാൻ ഇടപെടില്ല, ഞാൻ പറയുമ്പോ നിങ്ങൾ ഇടപെടരുത്. ആദ്യം നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്ത്. ഈ മലയോരത്ത് ഒരാളെ സ്ഥാനാർത്ഥിയെ പറയട്ടെ. നിങ്ങൾ മത്സരിക്കുമോ എന്നതിൽ ഉറപ്പുണ്ടോ? നിങ്ങൾ മത്സരിക്കുമോ എന്നതിൽ ഇന്നും ഉറപ്പില്ല. അതാണ് പറയുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഈ തൃപ്പൂണിത്തുറയിൽ ഈ പരാജയവും വിജയമൊന്നും പ്രിയപ്പെട്ട റിയാസ് മുക്കോളി, അതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ വികസനത്തിന്റെ അളവുകോലുകൾ വെച്ചിട്ടാണോ നമ്മൾ പരിശോധിക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ബഹുമാന്യനായ ആര്യാടൻ മുഹമ്മദോട് പരാജയപ്പെടാൻ വേണ്ടി പാടില്ലല്ലോ. അതല്ല ഇതിന്റെ ഒരു മാനദണ്ഡം. തൃപ്പൂണിത്തുറയിൽ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ ശേഷം പിന്നെ പറയട്ടെ വിപ്ലവകരമായ വികസന പ്രവർത്തനം ഞാൻ പറയട്ടെ. ഇവിടെ തൃപ്പൂണിത്തുറയിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള റോഡും പാലവും എല്ലാം 5 കൊല്ലത്തിനിടയിൽ കോടിക്കണക്കിന് ഉറുപ്പികയുടെ വികസന പദ്ധതി നടത്തി അതിലെ ഗതാഗത യോഗ്യമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത് നിയമസഭയിൽ കേരളത്തിന്റെ നിയമസഭയിൽ സഖാവ് M സ്വരാജ് ഒരു സാമാജികൻ എന്നുള്ള നിലയിൽ കേരളത്തിനാകെ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള നിരവധിയായ ഇടപെടലുണ്ട്. തൊഴിലില്ലായ്മക്കെതിരെ, ഈ കേരളത്തിലെ ചെറുപ്പത്തിന്റെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയെല്ലാം നിരവധിയായ ഇടപെടലുകൾ ഒരു സാമാജികൻ എന്നുള്ള നിലയിൽ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും നടത്തിയിട്ടുള്ള ഒരു സാമാജികൻ എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും നല്ല നിലപാട് സ്വീകരിച്ചു. അതേസമയം അതിനെ നിശ്ചിതമായി വിമർശിക്കുകയാണ് മറ്റു രണ്ട് മുന്നണികളുടെയും പ്രതിനിധികൾ.